2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ദയനീയ പരാജയം ഏർപ്പെട്ട ജില്ല തന്നെയായിരുന്നു തൃശൂർ എന്ന് പറയാം, അഥവാ തൃശൂർ ലോക്സഭാ മണ്ഡലം. ആ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പുതിയൊരു അഴിച്ചുപണിയിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്. 1991 മുതൽ 2016 വരെ 25 വർഷക്കാലത്തോളം തേറമ്പിൽ രാമകൃഷ്ണൻ എന്ന വ്യക്തി, അതായത് തേറമ്പിൽ രാമകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവ് അടക്കി ഭരിച്ചിരുന്ന ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസിന് ശക്തമായ അടിവേരുകൾ ഉണ്ടായിരുന്നു താനും. പക്ഷേ 2024 എത്തുമ്പോൾ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള പിടിപ്പുകേട് സംഭവിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പാളിപ്പോയതായി കാണാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായി വോട്ടുകൾ പോലും രേഖപ്പെടുത്താതെ പോയതായും കാണാൻ സാധിക്കുന്നുണ്ട്. ശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു തയ്യാറെടുപ്പിലേക്ക് കടക്കുന്നതായി കാണാൻ സാധിക്കും. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂരിലെ സംഘടനാ പ്രവർത്തനം ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല എന്ന വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. മത്സരിച്ച കെ മുരളീധരൻ തന്നെ തനിക്ക് വേണ്ടി ആരും പ്രവർത്തിച്ചില്ല എന്നും തനിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ദുർബലമായിരുന്നു എന്ന് പോലും വിമർശിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വലിയൊരു അഴിച്ചുപണിയിലേക്ക് തൃശ്ശൂർ DCC എല്ലാം തന്നെ നീങ്ങുന്ന കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചൊരു DCC ഇല്ല എന്നിരിക്കെ പക്ഷേ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം തന്നെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് DCC. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തരത്തിലുള്ള പോർവിളികളും വലിയ തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ആര് മുഖ്യമന്ത്രിയാകും, ആര് KPCC അധ്യക്ഷനാകുമെന്ന് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ കോൺഗ്രസിനെ നന്നേ അലട്ടിയിരുന്നു. മാത്രമല്ല ഇതിനിടയിലായിരുന്നു ശശി തരൂർ ഉണ്ടാക്കിവെച്ച എല്ലാ വിവാദങ്ങളും കോൺഗ്രസിന് വലിയ തരത്തിൽ പ്രഹരമേൽപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസ് ഐക്യകണ്ഠേന പെരുമാറണം, വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കണം, തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കണം ലക്ഷ്യം എന്നുള്ള ഉപദേശങ്ങളെല്ലാം നേടിക്കൊണ്ട് കേരളത്തിലേക്ക് വന്ന നേതാക്കൾ പക്ഷേ ഒറ്റ രാത്രി കൊണ്ടാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ നീക്കുപോക്കുകളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതായത് ആദ്യം പരാജയം ഏർപ്പെട്ട ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന ധാരണ കൊണ്ടായിരിക്കാം തൃശ്ശൂരിൽ വലിയ തരത്തിലുള്ള മാറ്റത്തിലേക്കെല്ലാം തന്നെ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിലെ ഓരോ നിയോജക മണ്ഡലത്തിനും പ്രത്യേക ചാർജുകൾ നൽകിക്കൊണ്ട് ഓരോ നേതാക്കളെയും നിയമിച്ചിരിക്കുകയാണ്. ആ നേതാക്കൾക്കെല്ലാം തന്നെ പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും വലിയ സ്വാധീനമുള്ള നേതാക്കളാണ് എന്നതുകൂടി ശ്രദ്ധേയമാണ്. കൃത്യമായി പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇത്തരത്തിലുള്ളൊരു നിയോജക മണ്ഡലങ്ങളിൽ ചാർജ് നൽകുകയും അതിനുശേഷം ലഭിക്കാനുള്ള എല്ലാ വോട്ടുകളുടെയും കൃത്യമായ അടിത്തറ പാകുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് സ്വയം സജ്ജമാവുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമം തന്നെയാണ് തൃശ്ശൂരിൽ നടത്താനായി ഉദ്ദേശിച്ചിട്ടുള്ളത്. തൃശ്ശൂർ തങ്ങളുടെ കൈവിട്ട് പോയി എന്ന് വിശ്വസിക്കുന്നിടത്തു നിന്നും വീണ്ടും വലിയൊരു തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത്. ജില്ലയിലെ നിയോജക മണ്ഡലത്തിനും നഗരസഭകൾക്കുമാണ് ഭാരവാഹികളെ നിശ്ചയിച്ചിട്ടുള്ളത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലായിരുന്നു നിയോജക മണ്ഡലം ഭാരവാഹികളെ നിശ്ചയിച്ചിരുന്നത്. ചേലക്കര C. കൃഷ്ണകുമാർ, വടക്കഞ്ചേരിയിൽ ജോസഫ് ചാലിശ്ശേരി, കുന്നംകുളത്ത് O. അബ്ദുറഹ്മാൻകുട്ടി, ഗുരുവായൂരിൽ PA മാധവൻ, മണലൂരിൽ അനിൽ അക്കരെ, നാട്ടികയിൽ ജോൺ ഡാനിയേൽ, കയ്പമംഗലത്ത് MK അബ്ദുൽ സലാം, കൊടുങ്ങല്ലൂരിൽ MP ജാക്സൺ, ചാലക്കുടിയിൽ A. പ്രസാദ്, ഇരിഞ്ഞാലക്കുടയിൽ സുനിൽ അന്തിക്കാട്, പുതുക്കാട് ഷാജി കോടങ്കണ്ടത്ത്, ഒല്ലൂരിൽ ജോസ് വള്ളൂർ, തൃശ്ശൂരിൽ MP വിൻസെന്റ് എന്നിവർക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. തൃശ്ശൂർ കോർപ്പറേഷന്റെ ചുമതല മുൻ MLA തേറമ്പിൽ രാമകൃഷ്ണനുമാണ്. ത്രിതല പഞ്ചായത്തിന്റെ ചുമതല രാജേന്ദ്രൻ അരങ്ങത്തിനുമാണ്. ചാലക്കുടി MK പോൾസൺ, കൊടുങ്ങല്ലൂരിൽ MS അനിൽകുമാർ, ഇരിഞ്ഞാലക്കുട CO ജേക്കബ്, വടക്കാഞ്ചേരിയിൽ KK കൊച്ചുമുഹമ്മദ്, കുന്നംകുളത്ത് KB ശശികുമാർ, ഗുരുവായൂരിൽ TV ചന്ദ്രമോഹൻ, ചാവക്കാട് KC ബാബു എന്നിവർക്കാണ് ചാർജുകൾ നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ തരത്തിൽ പേരിന് കളങ്കമേറ്റിരുന്ന ആളുകൾക്കും വീണ്ടും ചുമതലകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഏർപ്പെട്ടവരെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന വലിയ തരത്തിലുള്ള വിമർശനം കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അവർക്ക് ചുമതലകൾ വരുന്നത്. പക്ഷേ അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു മുന്നൊരുക്കമായി തന്നെ വേണം തൃശ്ശൂരിലെ ഇത്തരം ഒരു നീക്കത്തെ കാണാനായിട്ട്. പ്രത്യേകിച്ചും തൃശ്ശൂരിലായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ശക്തമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വോട്ട് ശതമാനം ഉയർത്തുന്നതിലാണെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങളാണെങ്കിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ഇടിവ് സംഭവിച്ചത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല BJPയെ സംബന്ധിച്ച് വമ്പൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP രേഖപ്പെടുത്തിയ വോട്ടുകളൊന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞില്ല എന്നതുമെല്ലാം തന്നെ കോൺഗ്രസിനായിട്ട് വലിയ തരത്തിലുള്ള നാണക്കേട് തന്നെയായിരുന്നു.